ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. രാജ്യസഭാ എം പി നാരായൺദാസ് ഗുപ്ത, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്നിവരുടെ വീടുകളിലാണ് പരിശോധന. ദില്ലിയിൽ 12 ഇടങ്ങളിൽ പരിശോധന തുടരുകയാണ്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, നോട്ടീസ് പലതവണ അയക്കുന്നതിനെക്കുറിച്ച് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ റെയ്ഡിലേക്ക് എത്തുകയാണ്. എവിടെയൊക്കെയാണ് പരിശോധന? ഒരേ സമയമാണോ പരിശോധന തുടങ്ങിയത്? സുജയ, ദില്ലിയിൽ ആം ആദ്മി നേതാക്കളുടെ വസതികളിലും അതോടൊപ്പം ഓഫീസുകളിലുമാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 12 ഇടങ്ങളിൽ പരിശോധന ഇഡിയുടെ ഭാഗത്ത് നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യസഭാ അംഗം MD ഗുപ്തയുടെ വീട്ടിലും അതോടൊപ്പം തന്നെ കേജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ബിവാവ് കുമാറിന്റെ വസതിയിലും ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട് എന്നതാണ്. നേരത്തെ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 തവണ അരവിന്ദ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് അയച്ചിരുന്നു. അതിനു പിന്നാലെ അദ്ദേഹം ഹാജരാകാൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കളുടെയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെയും വസതികളിലേക്ക് ഉൾപ്പെടെ ഇഡിയുടെ റെയ്ഡ് എത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും റെയ്ഡിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ആം ആദ്മി ഇന്നും പ്രതികരിച്ചിരിക്കുന്നത്. ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്താനാണ് നീക്കം എന്ന് മന്ത്രി അതിഷി മർലേന ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ 2 വർഷമായി ഇത്തരത്തിൽ പരിശോധനകൾ നിരന്തരം നടക്കുന്നു, ഒന്നും കണ്ടെത്താൻ ഇതുവരെ ഇഡി കഴിഞ്ഞിട്ടില്ല എന്ന ഗുരുതര കുറ്റപ്പെടുത്തലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇഡി റെയ്ഡ് രാവിലെ 7 മണി മുതൽ തന്നെ ആരംഭിച്ചതാണ്. അതിപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് അറസ്റ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പിടിച്ചെടുത്തതായോ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല. നേരത്തെ സമാനമായ ഇതുപോലൊരു വലിയ റെയ്ഡ് നടന്നത് മുൻ MP സഞ്ജയ് സിംഗിന്റെ വസതിയിൽ ആയിരുന്നു. അന്ന് ആ റെയ്ഡിന് പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇന്നത്തെ പരിശോധനയ്ക്ക് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ. നേരത്തെ ഈ അരവിന്ദ് കെജ്രിവാൾ 5 നോട്ടീസും തള്ളിയതിന് പിന്നാലെ ഇഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലി റോസ് അവന്യൂ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറാകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ പരിശോധനയിൽ നിർണായകമായ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ പിടിമുറുക്കും ആം ആദ്മിക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും നിലവിൽ ആം ആദ്മി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ഇഡിയുടെ പരിശോധനയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സുജയ. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.